ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇത്ര ബുദ്ധിമുട്ടുകൾ കൊടുക്കണേ? അതുകൊണ്ടല്ലേ അവർ പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറണേ? ഇങ്ങനെ തന്നെ ഇവർ പിന്മാറിയാൽ മധ്യസ്ഥം വഹിക്കണവരുടെ എണ്ണം കുറയും. അത് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ ക്രോധം അല്ലെങ്കിൽ കോപം ഭൂമിയിലേക്ക് വരാൻ എളുപ്പമാണ്. ഇത് എത്താതെ ഇടയിൽ നിൽക്കുന്നവരാ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആൾക്കാർ. അവരെ ആദ്യം തന്നെ പിന്മാറ്റിയെടുത്താൽ ലോകം എളുപ്പത്തിൽ പിശാചിനെ ക്രമീകരിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവൻ ഒരുക്കണ ഒരു കെണിയാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ചിന്ത തരും, അയ്യോ ഇനി പ്രാർത്ഥിക്കണ്ട, എൻ്റെ കാര്യം നോക്കിയാൽ മതി, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടല്ലേ എനിക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മൾ പിന്മാറാൻ ഇടവരും. അപ്പോൾ ഒരിക്കലും ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാതെ ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യ മക്കളിലേക്ക് ഒഴുകുന്നതാ. ദൈവം വേദനിക്കുന്നതിൻ്റെ ഒരു പങ്ക് എനിക്ക് തരുന്നതാ എൻ്റെ സഹനം. എൻ്റെ ശാരീരിക സഹനാകട്ടെ, എൻ്റെ ആന്തരിക സഹനാകട്ടെ, എൻ്റെ ഭൗതികമായ സഹനങ്ങളാകട്ടെ, ഇതെല്ലാം ഈ ലോകത്തിലെ മുഴുവൻ മക്കളുടെ അവസ്ഥ ഇത് തന്നെയാണ്. അവരുടെയൊക്കെ ദുഃഖത്തിൻ്റെ ഒരു ഭാഗം പ്രാർത്ഥിക്കുന്ന എനിക്ക് തന്നു. ഇത് മുഴുവൻ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവം ഒരു ഭാഗം എനിക്ക് തന്നു. അത്രയേ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്ക് വരുന്ന പ്രതിസന്ധികൾ.